ഇന്ന് ഞാൻ A to Z ഫുഡ് ചലഞ്ച് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ എന്റെ ഫ്രണ്ടിനെ കൂടെ ഇൻവൈറ്റ് ചെയ്തു. F4 എന്താണെന്നറിയോ? ആപ്പിൾ. Q4 എന്താണെന്നറിയോ? ഇല്ലല്ലോ. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരിൽ ആദ്യം ആരാണോ A മുതൽ Z വരെയുള്ള ഫുഡ് കഴിക്കുന്നത് അവർക്ക് 10,000 rupees ക്യാഷ് പ്രൈസ്. പക്ഷേ ഇതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. റൂൾ നമ്പർ 1, ഈ ഒരു ചലഞ്ചിന് ആകെ 1 മണിക്കൂർ മാത്രമേ ടൈം ഉള്ളൂ. ഒരു ചാൻസിൽ മാത്രമേ ഗൂഗിൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബഡ്ജറ്റ് ഈസ് 1000 rupees. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. A4 ആപ്പിൾ, A4 അച്ചാർ. ആപ്പിൾ എല്ലാവരുടെയും മൈൻഡിലേക്ക് വരുന്നതായിരിക്കും, പക്ഷെ നമുക്ക് വെറൈറ്റിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഐസ്ക്രീം, ആപ്പിൾ ഐസ്ക്രീം. ചേട്ടാ, ആപ്പിളിന്റെ ഏതെങ്കിലും ഫ്ലേവർ ഐസ്ക്രീം ഉണ്ടോ? ആപ്പിൾ ബാർ ഓർമ്മ. ഞാൻ ആലോചിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്ന. കാരണം നമുക്ക് ആ റൂൾസിൽ ഒരു സ്ഥലത്ത് നിന്ന് എല്ലാം മേടിക്കാം, അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് ഒരു സാധനം മേടിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഒറ്റയടി കിട്ടും. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഈസ് മോർ ബെറ്റർ അല്ലേ? ഓക്കെ, താങ്ക് യു. ബീഫോർ ബനാന. ഇവിടെ ലുലു എന്തോ വന്നെന്ന് പറഞ്ഞല്ലോ, അതെവിടെ? എത്ര ഒരു ഹാഫ് ആൻ അവർ എടുക്കൂലേ? ബീഫോർ ബനാന. പഴം കിട്ടുന്ന ഏതെങ്കിലും കട ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്കൊരു പഴം മേടിക്കാം. പക്ഷെ അവിടെ പോയി എല്ലാ സാധനവും ഒരുമിച്ച് കിട്ടും. പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ തന്നെ ജയിക്കും. വീൽ വിൻ ദിസ്. അല്ല, ഈ ചെറുപഴം ബനാനയാണോ അതോ വലിയപഴമാണോ ബനാന? ചേട്ടാ, ഇവിടെ ഫ്രൂട്ട്സിന്റെ കട വല്ലതും ഉണ്ടോ? ഫ്രൂട്ട്സിന്റെ കട അവിടെ. ചന്ത അങ്ങോട്ടല്ലേ? അതെ, ക്രോസ് ചെയ്യുമ്പോൾ കുറെ സമയം പോവല്ലോ. ബീഫോർ ബനാന നോക്കിയിട്ട് കാണുന്നില്ല. ബീഫോർ ബനാന ഇല്ല, അതിന് പകരം ബീഫോർ ബനാന ഫ്രൈ ഉണ്ട്. ചേട്ടാ, ഒരു പഴം വരും. C4 ചായ. ചേട്ടാ, ഒരു ചായ കൂടെ. C4 ചായ. നമ്മുടെ ടൈം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത ലെറ്റർ ആലോചിക്കാം. അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് D ആണ്. D വെച്ച് എന്താ കഴിക്കാൻ പറ്റുക? D വെച്ച് ദോശയുണ്ടോ? ദോശ. ഡയറി മിൽക്ക്. D4 ഡയറി മിൽക്ക്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മോഡിലേക്ക് എത്തി. നമുക്കൊരു 18 മിനിറ്റ് അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റിനകത്ത് നമ്മളിവിടെ പാർക്കൊക്കെ ചെയ്ത് നേരെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു ചലഞ്ച് അങ്ങ് തീർക്കുന്നു. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എടുക്കാം. ഗോയിങ് ടു ദി ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇതിപ്പോ കൺഫ്യൂഷൻ ആയല്ലോ, കുറെ കടയുണ്ട്. ചേട്ടാ, ഒരു ഡയറി മിൽക്ക്. ഡയറി മിൽക്ക് ഇല്ല. D വെച്ച് തുടങ്ങുന്ന എന്തെങ്കിലും ഫുഡ് ഉണ്ടോ? D. ചേട്ടാ, ഡയറി മിൽക്ക് ഉണ്ടോ? ഡയറി മിൽക്ക് ഉണ്ട്. പറയാൻ തരുമോ? D കംപ്ലീറ്റ്. ഇനി E. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചു ചോക്ലേറ്റ് സെക്ഷനിലേക്ക് പോകാണ്. കാരണം A4 ആൽഫലീവ്, B4 ബൂമർ, C4 സെൻറ്റർ ഫ്രഷ്, D4 ഡയറി മിൽക്ക്, അങ്ങനെ എല്ലാം എനിക്കിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് ചോക്ലേറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടുമെന്ന്. ആൽഫലീവ് കിട്ടി, സിമ്പിൾ. B4 ബൗണ്ടി. അപ്പോൾ C വെച്ച് നമ്മൾ നോക്കിയപ്പോൾ സെൻറ്റർ ഫ്രഷ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇവിടെ കാണുന്നില്ല. ആൻഡ് നമുക്ക് ഇവിടെ ഒരു സംഭവം കിട്ടി, അൺഎക്സ്പെക്റ്റഡ് ക്ലാസിക് ബൈറ്റ്സ്. അപ്പോൾ C4 ക്ലാസിക് ബൈറ്റ്സ്. ഇനി നമുക്ക് കുറച്ച് ബുദ്ധിപരമായിട്ട് കളിക്കാം. അല്ലെങ്കിൽ ചെറുപഴം ബനാനയാണോ അതോ വലിയപഴമാണോ ബനാന? ബുദ്ധിപരമായിട്ട് കളിക്കാം. കാരണം ഇവിടെ ഒരു ബേക്കറി ഉണ്ട്. അപ്പം ഈ ബേക്കറി കയറിയാൽ നമുക്ക് കുറെ ലെറ്റേഴ്സിനുള്ള ഫുഡ് കിട്ടും. F4 എന്താ? F4 5 സ്റ്റാർ. F4 5 സ്റ്റാർ. G4 ഗാലക്സി. ഈ വെച്ച് ഞാൻ ഡയറി മിൽക്കാണ് തപ്പിക്കൊണ്ടിരുന്നത്. ഇതാണ് ഇവിടെ കിട്ടുന്ന ചെറിയ ഡയറി മിൽക്ക് തോന്നുന്നു. H4 ഹൽവ. ചേട്ടാ, I വെച്ചിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റം ഉണ്ടോ? I ഫ്രൂട്ട്. And we are going for E4 eclairs. ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. We'll see. We'll get eclairs or not. I വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് ഐസ്ക്രീം മാത്രമേ എന്റെ മൈൻഡിൽ വരുന്നുള്ളൂ, വേറെ സാധനം വരുന്നില്ല. അപ്പോഴാണ് ഞാൻ മാർക്കറ്റിലേക്ക് വന്നത്. ഞാൻ നോക്കുമ്പോൾ അവിടെ നോക്കൂ, ഇഞ്ചി. I4 ഇഞ്ചി. കമോൺ ചേട്ടാ, കുറച്ച് ഇഞ്ചി തരുമോ? I4 ഇഞ്ചി ഒന്നും പറ്റില്ല. ജിഞ്ചർ. ജിഞ്ചർ. C4 ചായ ആണെങ്കിൽ I4 ഇഞ്ചി അല്ലേ? അപ്പൊ രണ്ടും തെറ്റിച്ച്. അതെന്ത് പറ്റത്തില്ല. നീ ഏതാ? നീ മാറിയിട്ട് മതി. ആ, ഇഞ്ചി എന്നത്തിന് തിന്നിട്ട് നീ പോയാ കംപ്ലീറ്റഡ്. വാ, A4 ജാം. അവനവിടെ വെയിലത്തൊക്കെ ഇരുന്ന് പാവം വെയിലൊക്കെ കൊണ്ട് കുറച്ച് പാടൊക്കെ പെടുന്നുണ്ടാവും. എനിക്ക് ഇവിടെ സമാധാനമായിട്ട് എടുക്കാം. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ സെഡ്, സ്മാർട്ട് വർക്ക് ഓൾവേസ് ബീറ്റ്സ് ഹാർഡ് വർക്ക്. ജെ വെച്ചിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടോ? ജെ വെച്ചിട്ട് ജാക്ക് ഫ്രൂട്ടോ? ജാക്ക് ഫ്രൂട്ട് ഉണ്ടോ ഇവിടെ? ഇല്ലേ?
പിന്നെന്താ പറഞ്ഞത്? ഇത് ഞാവലല്ലേ? ഇതിന്റെ ഇംഗ്ലീഷ് എന്താ? ഇതാണ് ഞാവൽപ്പഴം. ഞാവൽപ്പഴത്തിന്റെ ഇംഗ്ലീഷ് ജാവപ്ലം. കപ്പ വറുത്തത്. കുർക്കുറേ. ചേട്ടാ കുർക്കുറ ഉണ്ടോ? കുർക്കുറ എത്ര നോക്കിയാലും പറയാം. E for egg. ഇനി F for fruity 5 star ഉണ്ട്. പക്ഷെ ഞാൻ വെച്ചാൽ ചോക്ലേറ്റ്സ് ഒരുപാട് കഴിക്കണ്ട, എന്തായാലും കുടിക്കാം. അപ്പോൾ F for fruity, G for guava ജ്യൂസ്, അത് കഴിഞ്ഞു. H വെച്ച് ഹെർഷീസ് മിൽക്ക് ഷേക്ക്, അപ്പൊ അത് കഴിഞ്ഞു. കേ വെച്ചിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടോ? കേ ഞാനിങ്ങനെ വഴി കൂടെ ഓടി നടക്കുമ്പം ഒരാൾ എ സിയിലിരുന്ന് സുഖിക്കുവാണ്. ഇതുപോലെ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് MBA പഠിക്കാൻ പറ്റുവാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? വിത്ത് അമൃത ഓൺലൈൻ. I for ഐസ്ക്രീം. AI ഈസ് ബൂമിംഗ് നൗ. ആ ഫീൽഡിൽ ഇപ്പോൾ ഒരു MBA വരെ എടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇൻഡസ്ട്രി റെലവെന്റ് ആയിട്ടുള്ള കോഴ്സ് പഠിച്ചാലേ നമുക്ക് ഈസി ആയിട്ട് ജോലി കിട്ടത്തുള്ളൂ. ഗ്രാൻഡ് തോട്ടൻ സർവീസിന്റെ കൊളാബറേഷനിൽ MBA ഇൻ ഫിൻടെക്, ബിസിനസ് അനലിറ്റിക്സ്, എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ഗവേണൻസ് ഇതൊക്കെ പഠിക്കാൻ പറ്റും. ഈ MBAയിൽ തന്നെ മാർക്കറ്റിംഗ്, HR പോലെയുള്ള സ്പെഷ്യലൈസേഷൻസും ഉണ്ട്. ഇനി നിങ്ങൾ MCOM നോക്കുന്നുണ്ടെങ്കിൽ ഫൈനാൻസ് സിസ്റ്റംസ് ആൻഡ് ഇന്റർനാഷണൽ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ്, പിന്നെ ജനറൽ MCOM. ഇനി നിങ്ങൾ MCA നോക്കുന്നുണ്ടെങ്കിൽ MCA ഇൻ AI, സൈബർ സെക്യൂരിറ്റി ആൻഡ് ജനറൽ MCA. ഇവർക്ക് PG കോഴ്സസ് മാത്രമല്ല UG കോഴ്സസും ഉണ്ട്, ലൈക്ക് BBA, BCom ആൻഡ് BCA. UG കോഴ്സസ് നോക്കുവാണെങ്കിൽ ഒരു ഓൺ ക്യാമ്പസിനേക്കാളും 50% അഫോർഡബിൾ ആണ്. ഈ MBA പോലുള്ള PG കോഴ്സസ് ആണെങ്കിൽ 75% ചീപ്പറാണ്. ജോലിയുടെ കാര്യമാണെങ്കിൽ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി അബ്രോഡ് ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇനി ഫീസിന്റെ കാര്യമാണെങ്കിൽ 0 കോസ്റ്റ് EMI ഉണ്ട്. ജൂൺ 30 മുന്നേ എൻറോൾ ചെയ്യുന്നവർക്ക് ഫസ്റ്റ് സെമ്മിൽ ഒരു 10% എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ടും ഉണ്ട്. ഇനി കോളേജിൽ പോവാതെ വീട്ടിലിരുന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കേ വെച്ചിട്ട് തുടങ്ങുന്ന എന്തെങ്കിലും ഫുഡ് ഉണ്ടോ? കേ എന്താ കേട്ടോളെ? കാജു ബർഫി അല്ലേ? ജെ വെച്ച് ജിംജാം. പക്ഷെ ഇവിടെ ഇത്രയും ബിസ്ക്കറ്റ്സ് ഉണ്ട്, പക്ഷേ ജിംജാമാണ്. ഇത് മൈസൂർ പാക്ക് അല്ലേ? മൈസൂർ പാക്ക്. ചേട്ടാ ഒരു മൈസൂർ പാക്ക് കൂടെ. K for Kinder Joy. N for എന്ത് കഴിക്കും? N for Kinder Joy മറ്റേ യൂണിസെക്സ് ആയിരിക്കും, രണ്ടുപേർക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ പച്ച തന്നെ എടുക്കാം. N for നറുനീണ്ടി. അൺഎക്സ്പെക്ടഡ്ലി കിട്ടിയ സാധനമാണ് നറുനീണ്ടി. L for Limca. M for Mentos. Noodles. N for noodles. O for Orbit. പിന്നെ P for Pepsi. നമ്മൾ ജയിച്ചു. ഞാനിങ്ങനെ O ലെറ്റർ വെച്ചിട്ടുള്ള ഫുഡ് നോക്കിയിട്ട് ഇതുവരെ കാണുന്നില്ല. അപ്പോഴാണ് ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ടത്. ORS ഇല്ലേ? ORS അത് മേടിച്ച് കഴിച്ചാൽ പോരെ? പപ്പട ഇല്ലേ? പപ്പടം, പഴംപൊരി ഓൾറെഡി തിന്നു. പപ്പടം ഇല്ലേ? പപ്പടം പച്ച തിന്നാൻ പറ്റുള്ളൂ. എമ്മി. ക്യൂ വെച്ചിട്ട് എന്തെങ്കിലും ഫുഡ് ആയിട്ട് അറിയോ? കുക്കുമ്പർ ഉണ്ടാവും. അത് C അല്ലേ? ആ കോക്കറോട്സ്. ആ ഓട്സ് ഇവിടെ ഇല്ലേ? ഇല്ലല്ലേ? ക്യൂ ഒരിക്കലും ഞാൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചാണ്. താങ്ക്സ് ടു ആ ചേട്ടൻ, കടയിലെ ചേട്ടൻ. അത് മതി. R for റോബസ്റ്റ പഴം. ക്വിൽ എന്ന് പറഞ്ഞ ഒരു കാടമുട്ട കിട്ടുകയാണെങ്കിൽ അത് പെട്ടെന്ന് ടൈം പോകുന്നുണ്ട്. പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ QRSTUVWXYZ. ക്യൂ ഞാൻ ഏറ്റവും ടഫാന്ന് വിചാരിച്ച QX ആണ്. ക്യൂ കിട്ടിയില്ല. R for രസഗുള, മൈ ഫേവറേറ്റ്. റൈറ്റ്. ഭയങ്കര വലിയ ഫാനാണ്. അനുഷയ്ക്കും ഹായ്. X for സവാള. T for Tic Tac. അടുത്ത നമ്മുടെ ലെറ്റർ T ആണ്. T for tea ആണ്. ഐ മീൻ ചായ നമ്മൾ ഓൾറെഡി കുടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ടീ വെച്ചിട്ട് ടൈഗർ ബിസ്ക്കറ്റ് ഉണ്ട്. ചേട്ടാ ബിസ്ക്കറ്റ് ഉണ്ടോ? ടൈഗർ ബിസ്ക്കറ്റ് ഉണ്ട്. ടൈമില്ല പെട്ടെന്ന്. ഉള്ളിവട, ഉഴുന്നുവട, ഉണ്ണിയപ്പം ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. വാ. UH എനിക്ക് ആദ്യമേ മൈൻഡിലുണ്ടായ സംഭവമാണ് യൂണിബിക്. അത് ഈസി. യൂണിബിക് ചോക്ലേറ്റ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ UH യൂണിബിക്. ഇവിടെ ബേക്കറി ഒന്നും ഇല്ലടാ.
വി വെച്ച് വെർമിസെല്ലി, അതേപോലെ ഞാൻ കുറേ സാധനങ്ങൾ ആലോചിച്ചു. പക്ഷേ നമ്മൾ അവസാനം നമ്മുടെ സ്വന്തം വട്ടയപ്പത്തിലേക്ക് എത്തി. ഉണ്ടംപുരി. യു ഫോർ ഉണ്ടംപുരി, വി ഫോർ വട. വെച്ച് വാൾനട്ട് അല്ല, വാട്ടർ സെക്ഷനിലേക്ക് പോവാം. ബഡ്ജറ്റാണ്. യു വി വരെ ആയി. ഇനി ഡബ്ല്യു ആണോ? ഡബ്ല്യുവിന് വാട്ടർമെലൺ ജ്യൂസ്. ചേട്ടാ വാട്ടർമെലൻ ജ്യൂസ് ഉണ്ടോ? ഇല്ല. എക്സ് തപ്പി കിട്ടില്ല. ഞാൻ വിചാരിച്ച പോലെ ഒന്നും കിട്ടില്ല. ഗൂഗിളിൽ നോക്കി, അവിടെ ഇല്ല. എനിക്ക് എക്സ് ഇല്ല, ഇവിടെ എക്സ് ഇല്ല. വൈ ഫോർ യോഗട്ട്. ഇനി സെഡ് മാത്രം. ഇനി 11 മിനിറ്റ്സ് ബാക്കിയുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, സെഡ് വെച്ച് എന്താണ് ഫുഡെന്ന്. ഗസ് വാട്ട്? ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ കണ്ടത് സെഡ് വെച്ചൊരു സംഭവമാണ്. ഞാൻ കാണിച്ചു തരാം. ബില്ലിംഗ് 10 മിനിറ്റ്സ് ബാക്കി. ഞാൻ ഫുഡ് കോർട്ടിലേക്ക് പോട്ടെ. വാട്ടർമെലൻ ജ്യൂസ് ഇല്ല. ഇങ്ങനെയല്ല എൻ്റെ ജിം ജാം. വാട്ടർ. ചേട്ടാ ഒരു കുപ്പി വെള്ളം തരുമോ? വെള്ളം. VW വെള്ളം, വാട്ടർ. 1 മിനിറ്റ് വായിക്കും. 1 മിനിറ്റ് വായിക്കും. എക്സ് നമുക്ക് കിട്ടിയില്ല. യോഗട്ട്. ചേട്ടാ എക്സ് വെച്ചിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടോ? ചക്കവാർത്തമില്ല, ഉപ്പേരിയില്ല, തീർന്നു. കഴിഞ്ഞു. എടാ സേവിയർ സൂപ്പ്. അതെന്ത് സാധനം? എടാ ഒരു മിനിറ്റ് ഇടാണ്. എനിക്ക് ഞാൻ പെട്ടെന്ന് തീർക്കാം. എനിക്ക് WXYZ ഒക്കെ അറിയാം. പ്ലീസ് എടാ 1 മിനിറ്റ് ഇടാ. എന്താന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ലൈഫിൽ ജയിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇടയ്ക്കൊക്കെ തോക്കണം. പക്ഷെ ഞാൻ പൊരുതിയാണ് തോറ്റത്. ചെറുപഴം ബനാനയാണോ? എങ്ങനെ തോക്കുമ്പോ എല്ലാവരും പറയുന്നതാണ്. പക്ഷെ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലാനിങ് ഉണ്ടായിരുന്നു. പ്ലാനിങ് അല്ല, ഓട്ടോ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, കറക്റ്റ് ഒരു സ്ഥലത്ത് പോവുക, എല്ലാം മേടിച്ചാൽ മതി. എന്തായാലും the winner is ഇവൻ. ക്യാഷ് പ്രൈസ്. താങ്ക് യു. ക്യാഷ് പ്രൈസ് ഞാൻ ആലോചിച്ചു നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. എന്തായാലും നമുക്കിപ്പോൾ എടുത്തിട്ട് നമുക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ചേട്ടന്മാർക്കോ ചേച്ചിമാർക്കോ ആവശ്യമുള്ളവർക്ക് അങ്ങനെ കൊടുത്ത്. ഹൗസ് അത് പൊള്ളി. ചേട്ടൻ ഞാൻ തന്നെ. ചേട്ടനല്ല, അമ്മാവനല്ല. ഇങ്ങോട്ട് വേടാ. സെറ്റല്ലേ? സെറ്റാണോ? അത് നല്ല തീരുമാനം. നീ പോണേ. അപ്പൊ ഓക്കെ. അമ്മ ഭക്ഷണം കഴിച്ച 500 രൂപ ഉണ്ടോ? 500 രൂപ. 500 രൂപ ഇല്ല. 500 രൂപ പിടിച്ചോ. ഹായ്, ഫുഡ് കഴിച്ചോ? അമ്മൂമ്മയുടെ ജോലി എന്താ? എന്ത് ജോലി ചെയ്യുന്നേ? എവിടെ വീട്? ഇപ്പൊ ഇവിടെ എന്നാ ചെയ്യുന്നേ? ഭിക്ഷ എടുക്കുവോ? ഞാൻ കുറച്ച് പേന വല്ലതും മേടിച്ചു തന്നാൽ അത് വിൽക്കാൻ പറ്റുമോ? പേനയില്ല, പേന എഴുതപ്പേന. அந்த പേന മേടിച്ച് തന്നാൽ സെയിൽ பண்ண முடியுமா? അതെന്നാ മേടിച്ച് തരട്ടെ? വേണോ? ഓക്കെ. ഭക്ഷണം കഴിച്ചോ? ഓക്കെ, ടാറ്റ. ഭിക്ഷ എടുക്കുന്നവരാണ്. പക്ഷെ അവർ നമ്മളൊരു പേനയോ അങ്ങനത്തെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ഈ ഒരു ക്യാഷ് പ്രൈസ് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.